reconstitution of a partnership firm, admission of a partner, methods of valuation of goodwill, capitalization method. Under this method, the goodwill can be calculated in two ways: by capitalizing the average profits, second one by capitalizing the super profit. ഈ രണ്ട് മെത്തേഡ് അനുസരിച്ച് ചെയ്താലും ആൻസർ സെയിം ആണ്. ആദ്യം നമുക്ക് ബൈ ക്യാപിറ്റലൈസിങ് ദ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. കഴിഞ്ഞ മെത്തേഡിൽ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് അനുസരിച്ച് ബിസിനസ്സിൻ്റെ ആക്ച്വൽ ക്യാപിറ്റലും അതുപോലെ തന്നെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ എത്രയായിരിക്കും, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതായത് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ്. ഇനി എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് നമുക്കിവിടെ അറിയേണ്ടത്. എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് സെയിൽ നടത്തുകയാണെങ്കിൽ അതിന് ഏകദേശം എത്ര വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ വാല്യൂ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഗുഡ്വില്ലുള്ള ബിസിനസ്സാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂ കൂടുതലായിരിക്കും, ഗുഡ്വില്ല് കുറവാണെങ്കിൽ വാല്യൂ കുറവായിരിക്കും. അങ്ങനെ എസ്റ്റിമേറ്റഡ് വാല്യൂയും അതുപോലെ തന്നെ ആക്ച്വൽ ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആക്ച്വൽ ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഗുഡ്വില്ല് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36, NCERT illustration 14. A business has earned average profit of rupees 1 lakh during the last few years and the normal rate of return in a similar business is 10%. Ascertain the value of goodwill by capitalization of average profit method. Given that the value of net assets of the business is rupees 8,20,000. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ്. ഇനി അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10% ആണ്. ഇവിടുത്തെ നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റലിനെയാണ് നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നെറ്റ് അസറ്റ്സ് എന്ന് പറയാൻ കാരണം? ക്യാപിറ്റലിൻ്റെ ഫോർമുല എന്താ? അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ആണ്. അപ്പോൾ അസറ്റ്സ് കൂടുതൽ വരുമ്പോഴേ അവിടെ എന്തുണ്ടായിരിക്കുള്ളൂ? ക്യാപിറ്റൽ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റലിനെ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അസറ്റ്സിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? നെറ്റ് അസറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അതിനെന്തെന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണ്? 8,20,000 ആണ്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ബിസിനസ് ആണ്. ആ എസ്റ്റിമേറ്റഡ് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ബിസിനസ് എന്നാണ് വിളിക്കുക. ഇവിടെ എസ്റ്റിമേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ ഈ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വില്ലെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതാം. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഞാൻ നേരത്തെ പറഞ്ഞു എസ്റ്റിമേറ്റഡ് വാല്യൂ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, പ്രോഫിറ്റ് കുറവാണെങ്കിൽ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു നോക്കാം. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണ്? 10% ആണ്. നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 10/100 ആണ്.
ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 1 lakh ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്. ഈ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ 10% ആണ് 1 lakh എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതിന് ഫോർമുല എന്ത് എഴുതാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് എത്രയായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. അതിൻ്റെ 10% ആണ് 1 lakh എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ X എത്രയായിരിക്കും? ഇവിടെ X എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റഡ് വാല്യൂവിനെയാണ്. അപ്പോൾ ഇവിടെ ഈ 10%നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? 10/100 എന്നുള്ളത് 100/10 ആയിട്ട് മാറും. 1 lakh into 100/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 lakh. അപ്പോൾ ഇവർ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കാം, അല്ലെങ്കിൽ ആ ബിസിനസ് വിൽക്കുമ്പോൾ ഏകദേശം എത്ര രൂപ കിട്ടുമെന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 10 lakh ആണ്. എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്? ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കാം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റഡ് ചെയ്ത വാല്യൂ നമ്മൾ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. ഇനി എക്സിനെ എത്ര കൊണ്ടാണ് എത്ര പെർസെൻറ്റേജ് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്? 10% ആണ്. ഇവിടെ ഇങ്ങനെ X into 10% എന്ന് പറയാൻ എന്താ കാരണം? നോർമൽ കേസിൽ നോർമൽ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 10/100 ആണ്. അതെ, അപ്പോൾ ആ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ X ആയിട്ട് എടുത്തു. അതിൻ്റെ 10% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റായ 1 lakh എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ X എത്രയായിരിക്കും? അതായത് എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയായിരിക്കും? 1 lakh into 100/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 lakh. ഇനി ഇവിടുത്തെ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങനെ നെറ്റ് അസെറ്റ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 8,20,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ ആക്ച്വൽ ക്യാപിറ്റൽ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുത്തെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് വാല്യൂ കൂടുതലാണ്, ഉള്ളതിനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാണ് കൂടുതലായിരിക്കുന്നത്? ആ ബിസിനസ്സിന് ഗുഡ് വിൽ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലിനേക്കാളും കൂടുതൽ എത്രയാണോ ആ ബിസിനസ്സിൻ്റെ വാല്യൂ വരുന്നത്, ആ എക്സസ് എമൗണ്ടിനെയാണ് ഇവിടെ ഗുഡ് വില്ലായിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു 10 lakh minus 8,20,000, 1,80,000. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ക്യാപിറ്റലിനെ, അതായത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ക്യാപിറ്റലിനെയും പ്രോഫിറ്റിന് ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ എത്ര വരെ ആവാം, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയാവാം എന്ന് പറയുന്ന ആ എമൗണ്ട് തമ്മിൽ, എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൻ്റെ വാല്യൂ ഉള്ളതിനേക്കാളും ആക്ച്വലിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ആ കൂടിയ എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗുഡ് വിൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1,80,000 ആണ്. ഇനി ഇതേ പ്രോബ്ലം തന്നെ ക്യാപിറ്റലൈസിംഗ് ദ സൂപ്പർ പ്രോഫിറ്റ് വെച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. 2 മെത്തേഡായാലും ആൻസർ സെയിം തന്നെയാണ്. ഫോർമുല എന്താണ്? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇനി ആവറേജ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 8,20,000 ആണ്. 8,20,000 ഇൻറ്റു 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 82,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 lakh മൈനസ് 82,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 18,000 ഇൻറ്റു 100/10 1,80,000. Next one, question number 37, NCERT illustration 15. ഇവിടെ ഇല്ലുസ്ട്രേഷൻ 15 തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. The goodwill of the firm is to be worked out at 3 years purchase of the average profits of the last 5 years which are as follows. ഇവിടെ 5 വർഷത്തെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ 1 വർഷം ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം? 3 years പർച്ചേസ് ഓഫ് ദ ആവറേജ് പ്രോഫിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മെത്തേഡാണ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതാണ്. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. അതിൻ്റെ ആൻസറുകളൊക്കെ അതിൻ്റെ സൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2.
The capital employed of the firm is rupees 1 lakh and normal rate of return is 8%. The average profit for the last 5 years are rupees 12,000. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കൃത്യമായിട്ട് നമുക്ക് കൊടുത്ത് തന്നിട്ട് എത്രയാണ് 12,000 ആണ്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗുഡ് വിൽ ഈസ് ടു ബി വർക്ക്ഡ് അറ്റ് 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ 3 years പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചായിരിക്കണം. തേർഡ് വൺ, Rama Brothers earn an average profit of rupees 30,000 with a capital of rupees 2 lakh. Normal rate of return in the business is 10%. Using capitalization of super profit method, work out the value of goodwill of the firm. ഇവിടെ ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫോർമുല എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഞാനിവിടെ ഇത് ചെയ്ത് കാണിക്കുന്നില്ല, ഇതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ എഴുതുമ്പോൾ ഫോർമുല എഴുതിയിരിക്കണം. വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അതിന് ശേഷമായിരിക്കണം ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആവറേജ് പ്രോഫിറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 30,000. ഇനി നോർമൽ പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 lakh ആണ്. 2 lakh ഇൻറ്റു 10 by 100 20,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയായിരിക്കും? 30,000 മൈനസ് 20,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. 10,000 ഇൻറ്റു 100 ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. ഈ പ്രോബ്ലം തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതാം. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ നെറ്റ് അസറ്റ്സ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം നമ്മളിവിടെ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്തിനാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്? ഇത് ബിസിനസ്സിന് കിട്ടിയിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കാം എന്നാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ആ വാല്യൂനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30,000 ആണ്. അപ്പം നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്. ഈ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലൈസ്ഡ് വാല്യൂൻ്റെ 10% ആണ് 30,000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 10 by 100 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. എത്രയാവും? 100 by 10 ആവും. അപ്പോൾ 30,000 ഇൻറ്റു 100 by 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 lakh. അതായത് 30,000 ഇൻറ്റു 100 by 10 ഈസ് ഈക്വൽ ടു 3 lakh. ഇനി ഇവിടുത്തെ ആക്ച്വൽ ക്യാപിറ്റൽ എന്താണ്? യഥാർത്ഥത്തിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്? 2 lakh ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ വാല്യൂ ഏകദേശം എത്രയാവാം? അല്ലെങ്കിൽ ആ ബിസിനസ് വിൽക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപ കിട്ടും? 3 lakh ആയിരിക്കും കിട്ടും. അപ്പോൾ ആക്ച്വലിനേക്കാളും കൂടുതൽ എമൗണ്ട് വിൽക്കുമ്പോൾ കിട്ടാനുള്ള കാരണം എന്താണ്? ആ ബിസിനസ്സിന് ഗുഡ് വിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ എക്സസ് എമൗണ്ടിനെയാണ് നമ്മൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ദാറ്റ് ഈസ് 3 lakh മൈനസ് 2 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh. Next one, question number 38, NCERT, exercise 16. Rajan and Rajini are partners in a firm. Their capitals were 3 lakh, 2 lakh. During the year, earned profit of rupees 1,50,000. Calculate the value of goodwill of the firm, assuming that the normal rate of return is 20%. ഇവിടെ ഏത് മെത്തേഡാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫോർമുല എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഗുഡ് വിൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് ഇവിടുത്തെ പ്രോഫിറ്റ്? 1,50,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 20% ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? 1,50,000 ഇൻറ്റു 100 by 20 7,50,000. ഇനി നമുക്കതിൽ കാണേണ്ടത് ഏതാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അതായത് ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ
രണ്ടുപേരുടെയും ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. രാജൻ 3 lakh, രജനി 2 lakh. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ എത്രയാണ്? 3 lakh plus 2 lakh, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakh. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു 5 lakh. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് ഈസ് 7,50,000 മൈനസ് 5 lakh. വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു 2,50,000. Next one, question number 39, NCERT exercise 17. A business has earned average profit of rupees 1 lakh during the last few years. Find out the value of goodwill by capitalization method. Given that the assets of the business are 10 lakh and its external liabilities are 1,80,000. Normal rate of return is 10%. ഇവിടെയും മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ആക്കാം. ക്യാപിറ്റലൈസേഷനും ആവറേജ് പ്രോഫിറ്റ് ആയിരിക്കും, ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഏതെടുത്താലും സെയിം തന്നെ. അപ്പം നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ആകെ കൂടി വ്യത്യാസം വരുന്നത് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്നുള്ളതാണ്. അത് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. അതേസമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ ലൈബിലിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലൈബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? ടോട്ടൽ അസറ്റ്സ് 10 lakh ആണ്. എക്സ്റ്റേണൽ ലൈബിലിറ്റി എത്രയാണ്? 1,80,000 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയായിരിക്കും? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റീസ് 10 lakh മൈനസ് 1,80,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 8,20,000. ഇനി നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക. അത് മുൻപത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 40, NCERT ഡു ഇറ്റ് യുവർ സെൽഫ്, പേജ് നമ്പർ 144. അതിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇതിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 3 ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചാണ്. അപ്പോൾ ഈ മെത്തേഡ് 3 അനുസരിച്ച് 3ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു വ്യത്യാസമില്ല, നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 40, ക്വസ്റ്റ്യൻ നമ്പർ 41, ക്വസ്റ്റ്യൻ നമ്പർ 43. അപ്പോൾ ഒന്നുകൂടിയും മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40 എന്ന് പറയുന്നത് NCERT ഡു ഇറ്റ് യുവർ സെൽഫ്, പേജ് നമ്പർ 144, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41 NCERT ഡു ഇറ്റ് യുവർ സെൽഫ്, പേജ് നമ്പർ 144, ക്വസ്റ്റ്യൻ നമ്പർ 2. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 42 NCERT ഡു ഇറ്റ് യുവർ സെൽഫ്, പേജ് നമ്പർ 144, ക്വസ്റ്റ്യൻ നമ്പർ 3.